ഊരുതണ്ടിയായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എൻ്റെ നാട്ടിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ടല്ലോ വിശേഷം? ഇപ്പൊ എവിടെ വരണേ? മഹാരാഷ്ട്രയിലെ ഹരിയർപോർട്ടിൽ നിന്ന് കയറി, പിന്നെ ഗോവന്ന് കറങ്ങി, പിന്നെ മൈസൂർ വഴി ഇപ്പം എൻ്റെ നാട്ടിക്ക്. ആളൊരു മിനിറ്റ്. നിനക്ക് എപ്പോൾ തുടങ്ങിയ ശീലം? ഏത് ദൈവത്തിൻ്റെ പ്രതിഷ്ഠ? കരിന്തണ്ടൻ. ആ, ഇമാതിരി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇത് കഥ വേറെയാണ്. നീ ചോദിച്ചില്ലേ ഇത് ഏത് ദൈവത്തിൻ്റെ പ്രതിഷ്ഠയാണ്? ഇത് പ്രതിഷ്ഠയല്ല, ഒരു സ്മാരകമാണ്. മുൻപ് ഒരു മനുഷ്യൻ ദൈവമായതിൻ്റെ സ്മാരകം. മനസ്സിലായില്ല. ഈ കഥ നടക്കുന്നത് ഒരു 2-2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അന്ന് ഇവിടെ ഒരു മന ഉണ്ടായിരുന്നു, കരിവള്ളൂർ മന. ആ മനയിലെ തമ്പ്രാക്കന്മാരുണ്ടല്ലോ, മഹാദുഷ്ടന്മാരായിരുന്നു. അവരിവിടുത്തെ പട്ടിണി പാവങ്ങളെ നന്നായി ഉപദ്രവിച്ചു പറഞ്ഞാൽ എന്താ പറയുക, സ്ത്രീകളെ കുട്ടികളെ പോലും വെറുതെ വിട്ടില്ല, എല്ലാവരും പീഡിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ എതിർക്കാൻ ആരാളുള്ളത്? ഒരു മനുഷ്യൻ്റെ കുട്ടി പോലും, പാവങ്ങൾ സഹിക്കില്ലാതെ വേറെ എന്താ ചെയ്യുക? അപ്പം അവരുടെ ഇടയിൽ നിന്ന് അവരെ എതിർത്ത് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു, തണ്ട. ഈ തണ്ട അവിടുത്തെ പാവങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ തമ്പ്രാക്കൾക്കെതിരെ പോരാടി. പക്ഷേ അതിന് പുള്ളിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരുടെ കുടിലില്ലേ, രാത്രി ഈ തമ്പ്രാക്കളെ വന്ന് കത്തിച്ചു. അതിൽ തണ്ടാൻ്റെ കൂടുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും അതിൽ വെന്ത് മരിച്ചു. പക്ഷെ തണ്ടാൻ എന്താ ചെയ്ത്, അതേ ദിവസം രാത്രി ഈ തമ്പ്രാക്കളെല്ലാം മനയിൽ കയറി കൊന്നു തള്ളി. പക്ഷെ വിധി, കൂടുണ്ടായിരുന്ന ചതി മനസ്സിലാക്കാൻ തണ്ടാന് കഴിഞ്ഞില്ല. തണ്ടാൻ്റെ കൂടുണ്ടായിരുന്നൊരു പെണ്ണുണ്ടായിരുന്നു, ചിരിത. അത് തമ്പ്രാക്കളുടെ ആളായിരുന്നു. ചിരിത ചതിയിലൂടെ ഈ തണ്ടാൻ്റെ പുറകിൽ കത്തിയോട്ട് കുത്തി. ആ കുത്തുകൊണ്ട തണ്ടാണ്ടല്ലോ ഇവിടെ വന്നിരുന്നാണ് മരണപ്പെട്ടത്. വെറും ഒരു മനുഷ്യരായിട്ടുള്ള തണ്ടാൻ ഒരു പോരാളിയെ മാറി. ആ പോരാളി മരണപ്പെട്ടപ്പോൾ പുള്ളി ഒരു ദൈവമായിട്ട് മാറി. ആ ദൈവം വിശ്രമിക്കുന്ന സ്ഥലം ഇതാണെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അങ്ങനെ കരിവള്ളൂർക്കാരെ കൊന്നു തള്ളിയ തണ്ടാനാണ് പിന്നെ കരിന്തണ്ടനായി മാറിയത്. ഇത് വേറൊരു ദൈവത്തിൻ്റെ കഥയല്ലടാ, ജനിച്ച് ജീവിച്ച് പോരാടി മരിച്ച ദൈവത്തിൻ്റെ കഥ, ഒരു മനുഷ്യ ദൈവത്തിൻ്റെ കഥ. പിന്നെ ഈ നാട്ടിൽ വേറൊരു വിശ്വാസമുണ്ട്, നെറ്റിപ്പൂ വീണ തണ്ടാൻ വരുന്നു. നെറ്റിപ്പൂവോ? അതെന്താ? ഈ നാടോ നാട്ടുകാർക്കോ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ മുകളിലെ പൂവില്ലേ, അത് താഴെ വീഴും. പൂവ് താഴെ വീണാൽ തണ്ടാൻ വരും.